വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികൾക്കും എഡ്യൂസൈറ്റൊക്കെ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇതൊരു മൂന്നാം ഭാഗമാണ്. ഏതിൻ്റെയാണ്? ആൽജിബ്ര അല്ലെങ്കിൽ ബീജഗണിതം എന്നതിൻ്റെ മൂന്നാം ഭാഗമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അതായത് മൾട്ടിപ്ലിക്കേഷൻ, ആൽജിബ്രായിക് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് ദ പവർ എന്നുള്ള ഒരു കണ്ടീഷനാണ് നമ്മളിവിടെ പഠിച്ചത്. അപ്പോൾ എന്താണ് ഇപ്പം ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നത്. a³ ഇൻറ്റു a⁻6 ഇൻറ്റു a⁻2 എന്നാണ് വരുന്നതെങ്കിൽ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യുന്നു? ആൽജിബ്രായിക് റെഫറൻസ് ആയിട്ടുള്ള ടേമായ എ എന്ന് പറയുന്നത് അതുവരെ എടുത്ത് എഴുതുന്നു. എന്നിട്ട് പവറുകൾ പരസ്പരം ആഡ് ചെയ്ത് മൊത്തം ആഡ് ചെയ്ത് എഴുതുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇത് എന്ത് കിട്ടി? a⁻11 അല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് കിട്ടി? c⁻9. ഓക്കെ, കാരണം c എന്ന് പറയുന്നത് c⁻1 തുല്യമാണ്. അപ്പോൾ ആ 1 കൂടെ ആഡ് ചെയ്ത് c⁻9 എന്ന് കിട്ടി. ഓക്കെ, 2y² ഇൻറ്റു 4y⁵ എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിൻ്റെ കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നു. എന്നിട്ട് ആൽജിബ്രായിക് റെഫറൻസ് അതുപോലെ എടുത്ത് എഴുതുന്നു. എന്നിട്ട് അതിൻ്റെ ഡിഗ്രികളുടെ അല്ലെങ്കിൽ പവറിൻ്റെ ആഡ് ചെയ്ത് എഴുതുന്നു. ഈ പവറിനെ നമ്മൾ പറയുന്ന മറ്റൊരു കാര്യമാണ് ഇൻഡിസസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം 8y⁵ നമുക്ക് ആൻസർ കിട്ടും. 3m³ ഇൻറ്റു 4m⁵ എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്ക് എന്തായിരിക്കും ആൻസർ കിട്ടുക? 12m⁸ എന്ന് കിട്ടും. ഓക്കെ, ഇനി കുറച്ച് ഹാർഡർ ഇൻഡിസസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞാൽ 2a³ b⁻6 ഇൻറ്റു a⁻6b² എന്നൊരു ക്വസ്റ്റ്യൻ ആണ് വരുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് റൂൾസ് എല്ലാം അതുപോലെ തന്നെ ആദ്യമേ കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. പിന്നെ എന്താണ് ആൽജിബ്രായിക് റെഫറൻസ് ഐഡിയ ഒരേപോലെയുള്ള ഇപ്പോൾ എ ആണെങ്കിൽ എ അതെടുത്ത് എഴുതുക. അതിൻ്റെ പവറുകൾ അല്ലെങ്കിൽ ഇൻഡിസസ് ആഡ് ചെയ്ത് എഴുതുന്നു. അതിനുശേഷം അടുത്ത ബി എന്ന് പറയുന്നത് അത് എന്താണ് ആൽജിബ്രായിക് റെഫറൻസ് എടുത്ത് എഴുതിയിട്ട് അതിൻ്റെ പവറുകൾ തമ്മിൽ ആഡ് ചെയ്ത് എഴുതുന്നു. ഓക്കെ, അതുപോലെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ 3c⁵5 d⁻4 ഇൻറ്റു 5c² d⁻4 എന്ന് പറഞ്ഞ് അത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിനും ഇതേ ഫോർമാറ്റ് ഉപയോഗിക്കുന്നു. 2ab⁴ ഇൻറ്റു 4a² b³ എന്ന് പറയുന്ന അടുത്ത ക്വസ്റ്റ്യൻ. അതുപോലെ 3mnp³ ഇൻറ്റു 4mn² d⁻5. ഓക്കെ, ഇതിൻ്റെ എല്ലാ ആൻസേഴ്സ് നമുക്ക് നോക്കാം. ആദ്യത്തത് കണ്ടോ, 2 ഇൻറ്റു 1 2, a⁻3 a⁻6. അപ്പോൾ a എന്നതുവരെ എഴുതി 3 + 6 ഞാൻ b6 b⁻2 ആണ്. അപ്പോൾ b അതുവരെ എഴുതി 6 + 2 8. ഓക്കെ, അതുപോലെ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഇത് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയത്. നിങ്ങളൊന്ന് നോക്കൂ. ഓക്കെ, അടുത്ത പറഞ്ഞ പവറുകൾ നമ്മൾ എഴുതി. അങ്ങനെയാണെങ്കിൽ ഈ പവറുകളെ നമ്മൾ ഉദാഹരണത്തിന് ആദ്യമേ a 5 തവണ മൾട്ടിപ്ലൈ ചെയ്ത് a⁻5 എന്ന് എഴുതി, a 3 തവണ മൾട്ടിപ്ലൈ ചെയ്ത് a⁻3 എന്ന് എഴുതി. എന്നിട്ട് a⁻5 ഡിവൈഡഡ് ബൈ a⁻3 എന്ത് കിട്ടും? വളരെ സിമ്പിളാണ്. ആൽജിബ്രായിക് റെഫറൻസ് ആയിട്ടുള്ള a എന്ന് പറയുന്നത് അതുപോലെ എടുത്ത് എഴുതുക. ഡിഗ്രി ഇൻഡിസസ് എന്ന് പറയുന്ന പവർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇൻഡിസസ് എന്ന് പറയുന്ന ടെക്നിക്കൽ ടൈം ഇൻഡിസസ് എന്നാണ്. ആ ഇൻഡിസസ് എന്ന് പറയുന്നത് ആ 5 എന്ന് പറയുന്നത് 3 അത് 2 മൈനസ് ചെയ്ത് എഴുതുക. അപ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും? ആദ്യം a ഇൻറ്റു ഇതാണല്ലോ എൻ്റെ ജനറൽ ടൈം. അപ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് a² ആണ്. കാരണം നമുക്ക് എന്താണ് കിട്ടിയത്? വാട്ട് ഡു ദ പവേഴ്സ്? You subtracted the indices or you subtracted the power each. Okay, അതാണ് റൂള്. When you divide powers of the same letter to or number, you subtract the indices. Okay, a⁻6 divided by a⁻2 എന്തായിരിക്കും? അപ്പം a⁻4. ഓക്കെ, c⁻3 divided by c⁻5 c⁻−2. 3y² ഇൻറ്റു 4y⁵ 2y³ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യമേ മുകളിലത്തെ കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആൽജിബ്രായിക് റെഫറൻസ് അതുവരെ എഴുതി. ആ പവറുകൾ തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഡിഗ്രി ഫോർ ഇൻഡിസസിനെ ആഡ് ചെയ്തു, ഡിവൈഡ് ബൈ 2y³. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? എന്നിട്ട് നമ്മൾ ഫൈനൽ ആൻസർ എന്ത് കിട്ടി? 6y⁴ എന്നുള്ളത് കിട്ടി. അതല്ലേ, ഇതെല്ലാം മനസ്സിലായല്ലോ എല്ലാവർക്കും? ഒരു ഹാർഡർ ഇൻഡിസസ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ. ഉദാഹരണത്തിന് 4a⁻6 ഇൻറ്റു 8a² ബൈ 2a�9 എന്ന് പറയുമ്പോൾ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നു. ആൽജിബ്രായിക് റെഫറൻസ് അതുപോലെ എഴുതിയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഇൻഡിസസ് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്ത് എഴുതുന്നു. ഡിവിഷൻ എന്നിട്ട് ആ കിട്ടുന്ന ആൻസറിന് ബൈ 2a�9. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഡിവിഷൻ കോഎഫിഷ്യൻസ് തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ആൽജിബ്രായിക് റെഫറൻസ് എന്ന് പറയുന്നത് അതുപോലെ എടുത്ത് എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു? ആ
മുകളിലത്തെ ടേമിന് ന്യൂമറേറ്ററിന്റെ ഇൻഡിസസ് മൈനസ് ഡിനോമിനേറ്ററിന്റെ ഇൻഡിസസ് എന്നുള്ള റൂൾ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 16 a raised to minus 1 എന്ന് കിട്ടി. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ആൻസർ ഇതാണോ കിട്ടുന്നത് നോക്കൂ. ഓക്കെ, അടുത്തെന്താ 20y³ എന്ന് കിട്ടി. മനസ്സിലായോ? ഒന്നുകൂടെ പറഞ്ഞാൽ 4a raised to 6 into 8a² / 2a raised to 9 എന്നാണ്. അപ്പോൾ ആദ്യമേ എന്ത് ചെയ്തു? 8 into 4 32 എന്ന് കിട്ടി. a raised to 6 into a raised to 2 എന്ന് പറയുമ്പോൾ a raised to 8 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ 32 divided by 32 a raised to 8 divided by 2a raised to 9 എന്ന് കിട്ടി. അങ്ങനെയാണ് 16 a raised to minus 1 എന്ന് കിട്ടി. അതുപോലെ 13y raised to 2 into 4y raised to 5 എന്നുള്ളതിന്റെ ആൻസർ നമുക്ക് എന്താ കിട്ടുന്നത്? 120y raised to 7 എന്നാണ് ഡിവൈഡഡ് ബൈ 6y raised to 4. ഓക്കെ, അപ്പോൾ 120 ഡിവൈഡ് ബൈ 6 20. അപ്പോൾ അത് എന്താ പറയുക, കോഎഫിഷ്യൻസിനെ നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ 20 കിട്ടി. എന്നിട്ട് y raised to 7 ഡിവൈഡ് ബൈ y raised to 4 എന്ത് കിട്ടി? y raised to 3 കിട്ടി. ഓക്കെ, ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യം പോകാം. പവേസിൽ തന്നെ നമ്മൾ a raised to 3 ആണ്. വാട്ട് ഡു യു തിങ്ക് ഈസ് a raised to 3 the whole square എടുക്കുകയാണെങ്കിലോ? വളരെ സിമ്പിളാണ്. ആൾജിബ്രായിക് റെഫറൻസ് ആയിട്ടുള്ള a അതുവരെ എഴുതുക. ഇൻഡിസസ് ഉണ്ടല്ലോ, ആ ഇൻഡിസസിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ഓക്കെ, a³ into a³ എന്താ കിട്ടുന്നത്? a raised to 6. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? വാട്ട് ഡിഡ് യു ഡു വിത്ത് ദ പവേഴ്സ് ഹിയർ? ജസ്റ്റ് മൾട്ടിപ്ലൈ എടുക്കാം. നിങ്ങൾ അതിനെ ഗുണിച്ചു, മൾട്ടിപ്ലൈ ചെയ്തു, നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടി. അതാണ് റൂൾ നമ്പർ 3. When you raise a power by another power or another indices separated by brackets, you multiply the indices. Okay. ബോർഡ് മാസ് റൂൾ വെച്ച് എന്താണ്? ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നത്, പിന്നെയാണ് അഡിഷൻ സബ്ട്രാക്ഷൻ ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, ബോർഡ് മാസ് റൂൾ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമുക്ക് എപ്പോഴും മൈൻഡിൽ വേണം. കാരണം നമ്മൾ എത്ര ഹയർ സ്റ്റഡീസിന് മുന്നോട്ട് പോയാലും നമ്മൾ ആ കൺസെപ്റ്റുകളൊക്കെ റെഗുലർ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. കാരണം അതൊക്കെ മാത്സിന്റെ ബേസ് ആണ്. അതില്ലെങ്കിൽ നമുക്ക് ഒരു എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യുന്നതിന് വളരെ വലിയ പാടൊന്നുമില്ല. ഇത് നമ്മൾ ക്വസ്റ്റ്യൻസ് കുറെ പഠിച്ച് പോയി അതുപോലെ എഴുതി, കാരണം അത് പഠിച്ച സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ചെയ്ത് നോക്കിയൊക്കെ പോണത് എളുപ്പം. ഒരു സബ്ജക്റ്റിന്റെ കൺസെപ്റ്റ് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകും തോറും, ഹയർ സ്റ്റഡീസിന് പോകും തോറും, അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നതോറും നമ്മൾ അതിന്റെ ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ എന്താണ്? a raised to 2 the raised to 4, a raised to 3 raised to 2. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആ 4 2 മൾട്ടിപ്ലൈ ചെയ്ത് a raised to 8 ആയി. a raised to 8 into a raised to 6, a raised to 14 ആണ് അവിടെ വരുന്ന ആ ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. 4a raised to 2 the whole raised to 3 എന്ന് പറയുമ്പോൾ എന്താണ്? 4a raised to 6, കാരണം 3 into 2 ആയിട്ട് വരും. 4a² the whole raised to 3 എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? 4³ എന്താണ് കിട്ടുന്നത്? 64a raised to 6 എന്ന് കിട്ടും. 5ab³ the whole square എന്ന് പറയുമ്പോൾ 5ന്റെ സ്ക്വയർ 25 ആണ്. a² b raised to 3 into 6. ഓക്കെ, a raised to 11 ആദ്യത്തെ കിട്ടി. പറഞ്ഞില്ല, 4a raised to 6 ആണ് കിട്ടുന്നത്. 64a raised to 6 ആണ് കിട്ടുന്നത്. ഓക്കെ, അതായത് കോഎഫിഷ്യന്റിനും ആൾജിബ്രായിക് റെഫറൻസിനും എല്ലാം പവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഡിസസ് എന്ന് പറയുന്നത്, ഡിഗ്രി എന്ന് പറയുന്നത് ബാധകമാണ്. അപ്പൊ അത് റൂൾ ബൈ റൂൾ ആയിട്ട് നമ്മൾ ചെയ്യണം. ആദ്യമേ കോഎഫിഷ്യന്റിനെ ചെയ്യുക, ആൾജിബ്രായിക് റെഫറൻസ് എടുത്ത് എഴുതുക, എത്ര ടേം ഇത് വന്നെന്നുള്ളത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ഓക്കെ, കേട്ടോ. 25a raised to b raised to 6, 5ന്റെ സ്ക്വയർ എടുത്ത് a raised to 2 ആയി. കാരണം a എന്ന് പറയുമ്പോൾ a raised to 1 ആണ്. അപ്പോൾ 1 into 2 a raised to 2. ഓക്കെ, ഹാവ് യു റിയലി അണ്ടർസ്റ്റുഡ് ഇൻഡിസസ്? നമുക്ക് നോക്കാം. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കിയേ. 2a raised to 4 raised to 5 into 4a raised to 3 the whole raised to 6 into a raised to 5 the whole raised to 6 the whole square by a raised to 7 into a raised to 19 into 2a raised to 9 raised to 3. ദൈവമേ, തല കറങ്ങുന്നല്ലേ പോലെ. ഞങ്ങളവിടെ ചതി വേണ്ടായിരുന്നു സാറേ എന്നൊക്കെ പറയാൻ തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല, വളരെ സിമ്പിളാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോന്നായിട്ട് ഇൻഡിവിജ്വലി ചെയ്ത് നോക്കുക. 2 raised to 5 32. ഓക്കെ, കാരണം 2 raised to 5 എന്ന് പറഞ്ഞാൽ 32 ആണ്. അപ്പോൾ a raised to 4 raised to 5 എന്ന് പറയുമ്പോൾ a raised to 4 into 5 20. ഓക്കെ, അതേ ഇൻറ്റു 4 into a raised to 3 raised to 6 എന്ന് പറയുമ്പോൾ a raised to 18 ആണ്. ഓക്കെ, ഇനി a raised to 5 raised to 6 എന്ന് പറയുന്നത് എന്താണ്? ആദ്യമേ ബ്രാക്കറ്റ് ഓഫ് ഫസ്റ്റ് കിടക്കുന്ന അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ടാണ് അടുത്ത ചെയ്യേണ്ടത്. ഇന്ന ബ്രാക്കറ്റിൽ കിടക്കുന്ന കണ്ടോ, a raised to 5 raised to 6, അപ്പൊ a raised to 30 കിട്ടും. അതിന്റെ raised to 2 എന്ന് പറയുന്നത് എന്താണ്? a raised to 60 കിട്ടും. ഓക്കെ, ഡിവൈഡ് ബൈ a raised to 7 into a raised to 90 into 2 a raised to 9 raised to 3 എന്ന് പറയുമ്പോൾ എന്താണ്? 2 raised to 3 എന്താണ്? 8. 2³ എന്ന് പറഞ്ഞാൽ 8 ആണ്.
a9 എന്ന് പറയുന്നത് എന്താണ്? a27 ആണ്. ഓക്കെ, എക്സ്പാൻഡ് ദിസ് ബ്രാക്കറ്റ്. അതിന് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? ബ്രാക്കറ്റുകൾ എക്സ്പാൻഡ് ചെയ്യുന്നതിനെ പറ്റി, എക്സ്പാൻഷൻ ചെയ്യുന്നതിനെ പറ്റി. അതെന്ന് പറഞ്ഞാൽ ഒരു ബോർഡ് മാസ് റൂള് പോലെ ഫോളോ ചെയ്ത് പോകേണ്ട ഒരു കാര്യമാണ്. അതെന്ന് പറഞ്ഞാൽ ആദ്യമേ ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. അത് ഞാൻ പറഞ്ഞത് ഓരോ കാര്യങ്ങളും നമ്മൾ പറയും തോറും അൾജിബ്രായിക് ഇതിന്റെ എന്താ പറയുക, ഒരു കോംപ്ലക്സിറ്റി കൂടുന്നതോറും നമുക്ക് ഓർമ്മ വരേണ്ട നമ്മൾ ഉപയോഗിക്കുന്ന അപ്ലൈ ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ബോർഡ് മാസ് എന്ന് പറഞ്ഞാൽ. അത് എപ്പോഴും മൈൻഡിലേക്ക് കൊണ്ടുവരും. ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും കണക്ട് ചെയ്ത് പഠിക്കുക, അപ്പോൾ കുറച്ച് എളുപ്പമായിരിക്കും. A3 × A+B എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിന് A3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് ഓഫ് 3AB കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിന്റെ ആൻസർ 3A + 3AB. വളരെ സിമ്പിൾ അല്ലേ? 4 × y + 6 എന്താ കിട്ടുന്നത്? 4 × y 4y + 6 × 4 24. ഓക്കെ, കോഎഫിഷ്യൻസിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നു. ബോർഡ് മാസ് റൂൾ അപ്ലൈ ചെയ്ത് ഇത്രേ ഉള്ളൂ. 2 × 2A + 3B - 4C. വളരെ എളുപ്പം. 4A + 6B - 8C. പറഞ്ഞില്ലേ, വളരെ എളുപ്പം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ബ്രാക്കറ്റുകൾ നിങ്ങളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കി. ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ? 8B - 48. അടുത്തതിന്റെ ആൻസർ എന്താണ്? 10A + 20B. അടുത്തതിന്റെ ആൻസർ എന്താണ്? നിങ്ങൾ ചെയ്തു നോക്കണേ, ഇത് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണം, അപ്പോഴേ നിങ്ങൾക്ക് തറവാകത്തുള്ളൂ. 12C - 12B. അടുത്തെന്താണ്? 21E + 14F - 28G. അടുത്തെന്താണ്? 54W + 18Y - 63Z. ഓരോന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതാണോ കിട്ടുന്നത് നിങ്ങൾ നോക്കണം. ഇവിടെ നിങ്ങൾക്ക് തെറ്റിയെന്ന് നിങ്ങൾ നോക്കുക, ബേസ് നിങ്ങളുടെ തറവാക്കുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഉറപ്പായിട്ട്. 13B - 90M. അടുത്തെന്താണ്? -36J - 42M ആണ്. 20A - 15B ആണ്. ഓക്കെ, ഇവിടെ എന്താ നമ്മൾ ഫാക്ടറൈസിംഗ് ആണ് അടുത്ത പഠിക്കാൻ പോകുന്നത്. ടു റിമെമ്പർ ഹൗ ടു എക്സ്പാൻഡ് ബ്രാക്കറ്റ്സ് ഇൻക്ലൂഡിംഗ് എക്സ്പ്രഷൻ വിത്ത് ഇൻഡിസസ് വരെയുള്ള ബ്രാക്കറ്റ് എക്സ്പാൻഷൻ നമ്മൾ പഠിക്കണം. പിന്നെ എന്താണ്? ടു ലേൺ ദ പ്രോസസ് ഫാക്ടറൈസിംഗ് ഈസ് ഏബിൾ ടു അപ്ലൈ ടു എനി എക്സ്പ്രഷൻ. ഏതൊരു എക്സ്പ്രഷനിൽ ഫാക്ടറൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം അപ്ലൈ ചെയ്യാൻ നമുക്ക് വേണം. ഇതെല്ലാം മൈൻഡിൽ നമ്മൾ കൊണ്ടുവരണം. ഭാവിയിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ നമ്മൾ, കാരണം ഒരുപാട് കാര്യങ്ങൾ പിന്നെ വരും. നമ്മൾ ഈ എന്താ പറയുക, ഒരു ആൾജിബ്രായിക് എക്സ്പ്രഷൻ എടുത്ത് 2 ആൾജിബ്രായിക് എക്സ്പ്രഷൻ കോമ്പിനേഷൻ വന്ന് അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ബേസ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിരിക്കണമെങ്കിൽ നമ്മൾ പടപട ചെയ്ത് പോകാൻ പറ്റും. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴായാലും നമ്മൾ അതിന് പടപെടാന്ന് നമ്മൾ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബേസ് സ്ട്രോങ് ആയിരിക്കുക തന്നെ വേണം. ഓക്കെ, റിമൈൻഡർ ഓഫ് ഹൗ ടു എക്സ്പാൻഡ് ബ്രാക്കറ്റ്സ്. 4 × 2M - 5 എന്താ കിട്ടുന്നത്? 8M - 20. വാട്ട് ഈസ് ഫാക്ടറൈസിംഗ് ദെൻ? 8M - 20 എന്ന് പറയുന്നതിന് എന്തായിരിക്കും? 4 ആയിരിക്കും. ഓക്കെ, × 2M - 5 ആയിരിക്കും. ഓക്കെ, എന്ത് ചെയ്തപ്പോഴാണ് കിട്ടിയത്? ക്വസ്റ്റ്യൻ ആണ് ഇവിടുത്തെ ഫാക്ടറൈസിംഗ് ചെയ്യാമെന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 25A - 30B എന്ന് പറയുന്നതിന് നമ്മൾ എന്ത് ചെയ്യും? 40A + 6A² എന്നും ചെയ്താൽ എന്ത് കിട്ടും? 25A - 30B എന്ന് പറയുന്നതിൽ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നു 5 × 2M - 5 ആണ്. ഓക്കെ, മനസ്സിലായോ? ഇവിടെ എന്താണ്? 40A + 6A² എന്ന് പറഞ്ഞാൽ നമുക്ക് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2A × 20 + 3A എന്നാണ്. അത് എന്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എന്താണ് നമ്മൾ ഫൈനൽ ആൻസർ വരുന്നത്? ആ ക്വസ്റ്റ്യൻ ആണ് ഇവിടുത്തെ ഫാക്ടറൈസിംഗ് ചെയ്യാം. ഓക്കെ, ആഡിങ് ബ്രാക്കറ്റ്സ് എക്സ്പ്രഷൻസ് അതാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. ടു ബി ഏബിൾ ടു മൾട്ടിപ്ലൈ ഔട്ട് ദ ബ്രാക്കറ്റ്സ് ഫ്രം എക്സ്പ്രഷൻസ് ആൻഡ് ദെൻ കളക്ട് ലൈക്ക് ടേംസ് ആൻഡ് സിംപ്ലിഫൈ. ഓക്കെ, 4 × A + 5B + 3 × 7A - B ഈക്വൽ ടു എന്താണ്? അതിനെ 4A + 20B പ്ലസ് ഓഫ് 21A - 3B ലൈക്ക് ടേംസിന് പിന്നെ ആഡ് ചെയ്യുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ കൺസെപ്റ്റ്. ഓക്കെ, 2 × 7A - 6B + 6 × 3A + B എന്ന് പറയുമ്പോൾ എന്താണ്? 14A - 12B + 18A + 6B എന്നാണ്. അപ്പോൾ 32A - 6B എന്നാണ്. അപ്പം നമ്മൾ ഓരോ ഹയർ കോംപ്ലക്സിറ്റി ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതോറും നമ്മളെ ബേസ് എന്ന് പറഞ്ഞ തളവായിരിക്കും. അപ്പം ഓരോന്നും നമ്മൾ ബേസ് എന്ന് പറഞ്ഞ സ്ട്രോങ് ആയി നമ്മൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് ശീലിച്ചാൽ മാത്രമേ നമുക്ക് ഹയർ ക്വസ്റ്റ്യൻസ് ടാസ്കുകൾ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ സ്പീഡ് തന്നെയാണ്, ഈ ബേസിന്റെ ഒരു തറവ് സ്ട്രോങ് തന്നെയാണ് ഭാവിയിൽ നിങ്ങളെ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആയാലും, അത് SSC ആയാലും UPSC ആയാലും PSC ആയാലും ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആയാലും നിങ്ങൾക്ക് പ്രിപ്പയർ ആവാൻ ഉള്ള ഒരു പ്രചോദനം. അപ്പൊ ആ ഒരു ബേസ് സ്ട്രോങ് ആണ്. ബേസ് നിങ്ങൾ ആർക്കും പറഞ്ഞു തരാൻ പറ്റില്ല, നിങ്ങൾ അതിനെ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്ത് അത് ആ സ്പീഡ് നിങ്ങൾ അക്യൂർ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അതൊരു സ്കില്ലാണ്. ആ സ്കില്ലിലേക്ക് നിങ്ങൾ എത്തുക. അപ്പോൾ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ്.
ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.